ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മനുഷ്യൻ ഏകനെന്ന് കണ്ടിട്ട് അവന് തക്കതായ ഒരു തുണയെ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ പുരുഷന്റെ സന്തത സചാരിയായ സ്ത്രീ കാലക്രമേണ എല്ലാ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളും മൂല്യവും സ്വാധീനവും വളരെ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 12:4 സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമെന്നും 31:30 യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ സ്ത്രീകൾ സ്വായത്തമാക്കിയ ശക്തി, പ്രതിരോധനം, സഹാനുഭൂതി തുടങ്ങിയ സ്വഭാവ വിശേഷങ്ങൾക്ക് ലോകം അവരെ ആദരിക്കുന്നു. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയി മാർച്ച് 8 നാം ആഘോഷിക്കുന്നത് ഇപ്രകാരം സമൂഹത്തിന് മാതൃകയായ മഹിളാ രത്നങ്ങളെ അംഗീകരിക്കുന്നതിനാണ്. ഈ വനിതാ ദിന ആചരണ വേളയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന സാമർത്ഥ്യവും ധൈര്യവും ദൈവഭക്തിയും വിശ്വാസ ദൃഢതയും സർവോപരി സ്നേഹവും കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച ഏതാനും സ്ത്രീരത്നങ്ങളെയാണ് ഞങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും പേരൻസും കുട്ടികളും ചേർന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓരോ സ്ത്രീ കഥാപാത്രങ്ങളുടെയും സ്വഭാവ വിശേഷതകളും നല്ല മാതൃകകളും നമ്മുടെ ജീവിതത്തിലും പകർത്തപ്പെടുന്നതാണെന്ന് ഞങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പ്രഷ്യസ് വുമൺ ഫ്രം ഹോളി ബൈബിൾ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് കരുതുകയും പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം നൽകുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവെന്ന് അറിയപ്പെടുന്ന സ്ത്രീരത്നം. മിരിയാം ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീരവനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ നടുവിൽ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടന്നപ്പോൾ മിരിയാം പങ്കെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത പ്രവാചകിയായ ന്യായാധിപ ഡബോറ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യരോടുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബരാക്കുകൾ നിർബന്ധിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരക്കുകളോടും സൈന്യത്തോടും ഒപ്പം പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ഡബോറ പാടിയ സ്തോത്ര ഗീതങ്ങൾ ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളായി കരുതപ്പെടുന്നു. റൂത്തും നവോമിയും യഹോവയോടും അമ്മായിയമ്മയായ നവോമിയോടും ഉള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തിലെത്തിയ മോവാബിയ സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാ രത്നം. മരുമകൾ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുത്തേക്ക് മടങ്ങിയപ്പോൾ റൂത്ത് തന്റെ അമ്മായിയമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും
എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച റൂത്ത് മരുമക്കൾക്ക് നല്ലൊരു മാതൃകയാണ്. അന്ന ഇസ്രായേൽ ജനതയുടെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ അന്ന. അന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബീഗയിൽ കർമ്മേലിൽ മഹാധനികനായിരുന്ന നാബാലിന്റെ ഭാര്യ ദുഷ്ടനും ദുഷ്കർമ്മിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരവനിത. നയമാന്റെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയെ തന്റെ യജമാന്റെ മുൻപിൽ ധൈര്യപൂർവ്വം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീര ആയ പെൺകുട്ടി. എസ്തർ, അഹാസ്വരസ് രാജാവിന്റെ ഭാര്യ എസ്തർ തന്റെ രാജ്ഞിപദത്തിൽ കൊട്ടാരത്തിലെ സുഖലോലുപതയിൽ ഒട്ടും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിട്ടും സ്വജനത്തിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലിസബത്തും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത വനിത. സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശു ക്രിസ്തുവിന് വഴി ഒരുക്കുവാനായി വന്ന യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ. അന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ അന്ന പ്രവാചകി വളരെ പ്രായം ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പറ്റി പ്രതിപാദിക്കുവാനും അന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും, യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും. യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. പലതിനെ പറ്റി വിചാരിച്ച് മനം കലങ്ങിയ മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദേശം ആശ്വാസമായിരുന്നു. മാർത്തയുടെ അതീതി സർക്കാർ ഏതൊരു സ്ത്രീക്കും മാതൃക
മഗ്ദലക്കാരി മറിയ. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരി മറിയ യേശുവിന്റെ മരണസമയത്തും അവനോടൊപ്പം ഉണ്ടായിരുന്നു. 3-ാം ദിവസം അതിരാവിലെ കല്ലറയ്ക്കലെത്തിയ മറിയാമിനോടാണ് ഉയർപ്പിന്റെ സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. അങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിനും ഉയർപ്പിനും സാക്ഷിയായ സ്ത്രീരത്നം. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വയ്ക്കാതെ വെള്ളം കോരാൻ വന്നതാണെന്ന് കാര്യം പോലും മറന്നിട്ട് കുടം അവിടെ വെച്ച് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരോടും അറിയിക്കുന്നു. അവളുടെ വാക്കുകേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാൻ എത്തുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രഷ്യസ് വുമൻസിനെയാണ് ഇന്നിവിടെ ഈ സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും അവതരിപ്പിക്കുന്നത്.